ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ രേവതിയുടെ ജീവിതത്തിൽ ഇങ്ങനെ സന്തോഷവും സങ്കടവും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കുറച്ച് നാളത്തെ സന്തോഷത്തിന് ശേഷം വീണ്ടും രേവതിയുടെ ജീവിതത്തിൽ വലിയൊരു തകർച്ച വരാൻ പോവുകയാണ്. രേവതി അതുമൂലം വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ചന്ദ്രയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണല്ലോ രേവതിയുടെ പൂക്കട എങ്ങനെയെങ്കിലും പൂട്ടിക്കണം എന്നുള്ളത്. പൂക്കടക്ക് ചന്ദ്രമതി എന്ന് പേരിട്ടത് തന്നെ ചന്ദ്രക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. എങ്ങനെയെങ്കിലും അവളുടെ ആ പൂക്കട പൂട്ടണം, നമ്മുടെ വീടിന് മുമ്പിൽ ആ കട ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു എന്ന് ആ പൂക്കട തുടങ്ങിയപ്പോൾ തൊട്ട് ചന്ദ്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രേവതി ഇല്ലാത്ത ടൈമിൽ വീട്ടിൽ വരുന്ന രേവതിയുടെ സുഹൃത്തുക്കളുണ്ട് പൂ മേടിക്കാൻ വേണ്ടിയിട്ട്. അവർ ചന്ദ്രയെ കൊണ്ടൊക്കെ പൂ വളർന്ന് മേടിച്ച് മുറിപ്പിച്ചുകൊണ്ടും പോകുവാണ്. ചന്ദ്ര നിവൃത്തിയില്ലാതെ ഇത് ചെയ്യുന്നുമുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴേക്കും ചന്ദ്രക്ക് ആ പൂക്കടയോടുള്ള ദേഷ്യം കൂടി കൂടി വരുവാണ്. അതുപോലെ തന്നെ ഒരവസരത്തിൽ മഹിമയും ചന്ദ്രയെ കളിയാക്കുന്നുണ്ട്. ചന്ദ്രയെ, നിനക്ക് രേവതി ഇല്ലാത്തപ്പോൾ ആ പൂക്കടയിൽ പോയിരുന്നൂടെ? ചന്ദ്രയും നന്നായിട്ട് പൂ വളക്കുന്നുണ്ടല്ലോ, എനിക്കും ഒരു 4 മുഴം പൂതാ, എൻ്റെ വീട്ടിൽ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മഹിമയും ചന്ദ്രയെ കൊണ്ട് പൂ വളന്നൊക്കെ മേടിപ്പിക്കുവാണ്. ചന്ദ്ര പൂ വളക്കുന്നത് കൊണ്ട് മഹിമ ഭയങ്കരമായിട്ട് ഉള്ളിൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ചന്ദ്രക്കത് മനസ്സിലാവുന്നുമുണ്ട്. പക്ഷെ പണക്കാരുടെ വീട്ടിലെ ആൾക്കാരല്ലേ, ചന്ദ്ര അതുകൊണ്ട് മാത്രം ഒന്നും തിരിച്ചു പറഞ്ഞിട്ടില്ല. മഹിമ അപ്പം പറയുന്നുണ്ട്, ഇനി എൻ്റെ വീട്ടിൽ എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പൂ മേടിച്ചോളാം, ഏതായാലും ചന്ദ്രയുടെ പേര് പൂക്കട കിട്ടത് നന്നായി എന്നൊക്കെ പറഞ്ഞ് മഹിമ കളിയാക്കുമ്പോഴേക്കും ചന്ദ്രക്ക് ആ പൂക്കടയോടുള്ള ദേഷ്യം ഒന്നുകൂടെ കൂടി കൂടി വരുവാണ്. അപ്പോൾ ആ വിഷയം നമ്മുടെ ശ്രുതിയോട് ചന്ദ്ര ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ശ്രുതി, എനിക്ക് എങ്ങനെയെങ്കിലും ആ പൂക്കട അവിടെ നിന്ന് മാറ്റണം. ഇപ്പം തന്നെ കണ്ടില്ലേ, ആ മഹിമ വരെ എന്നെ കളിയാക്കാൻ തുടങ്ങി. ഞാൻ പൂവിട്ട് കൊടുക്കാൻ ആളില്ലാത്തപ്പോൾ, രേവതി ഇല്ലാത്തപ്പോൾ എന്നോട് പൂക്കടയിൽ പോയി ഇരിക്കാനാണ് അവർ പറയുന്നത്. എനിക്ക് ഓർത്തിട്ട് ദേഷ്യം വരുന്നു. നമുക്ക് ആ പൂക്കട എങ്ങാനും തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞാലോ ശ്രുതി? അപ്പം പറയും, അയ്യോ അതൊക്കെ ആൾക്കാരറിയില്ലേ, അന്ന് നമുക്ക് രാത്രി പോയി ആ പൂക്കട വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി ഉന്തിയിടാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതൊക്കെ CCTV ക്യാമറയെ പതിയും, പിന്നെ അത് ചെയ്തത് നമ്മളാണെന്ന് അറിഞ്ഞാൽ സച്ചിയുടെ സ്വഭാവം അറിയാലോ, പിന്നെ നമ്മളെ വെച്ചേക്കില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, പിന്നെ എന്ത് ചെയ്യും, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ശ്രുതി, നീ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നമുക്ക് കോർപ്പറേഷൻ ഓഫീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താലോ? അപ്പോൾ ചന്ദ്ര ചോദിക്കും, അതെന്തിന്? അല്ല, സച്ചി ഒരു ദിവസം പെട്ടെന്നൊരു ആവേശത്തിനല്ലേ രേവതിക്ക് ഈ പൂക്കട ഇട്ട് കൊടുത്തത്, അതുകൊണ്ട് തന്നെ സച്ചി ഒരു റൂൾസും ഒന്നും ഫോളോ ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് കോർപ്പറേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാം, ഇങ്ങനെ വീടിൻ്റെ മുമ്പിൽ അനധികൃതമായിട്ട് ഒരു കട തുടങ്ങിയിട്ടുണ്ട്, അത് എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ വന്ന് പൂക്കട പൊക്കി കൊണ്ടുപോയിക്കോളും, നമ്മളെ സച്ചി ചീത്ത പറയത്തുമില്ല, നമ്മളാണിത് ചെയ്തതെന്ന് അറിയാനും പോകുന്നില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, കൊള്ളാലോ ഈ ബുദ്ധി ശ്രുതി, നീ ഇപ്പം തന്നെ പോയി എന്നാൽ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ് ശ്രുതിയെ വിടുവാണ്. എന്നിട്ട് ശ്രുതി കംപ്ലൈൻറ്റ് കൊടുത്ത പിറ്റേ ദിവസം തന്നെ കോർപ്പറേഷൻകാർ വരുവാണ് ചന്ദ്രയുടെ വീടിന് മുമ്പിൽ. ആ ടൈമിലാണെങ്കിൽ രേവതി ഇല്ലാത്ത ടൈമിലാണ് ഇവർ വരുന്നത്. രേവതിയുടെ പൂവണ്ടിയൊക്കെ അവരൊരു ലോറിയിൽ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിൽ വന്നിരിക്കുവാണ്. എന്നിട്ട് വണ്ടിയൊക്കെ പൊക്കി ലോറിയുടെ ഉള്ളിലോട്ട് കയറ്റുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഇത് നല്ലോണം കണ്ട് രസിക്കുന്നുണ്ട്. ശ്രുതി, നീ ഒന്ന് കംപ്ലൈൻറ്റ് കൊടുത്തപ്പോഴേക്കും ഇവർ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ഞാൻ ഓർത്തില്ല എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോൾ പറയും, ആൻറ്റി നമുക്ക് പുറത്തിറങ്ങി നല്ലോണം കണ്ട് ആസ്വദിക്കാം ഈ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും പുറത്തു പോയി നിൽക്കുകയും അപ്പോഴേക്കും രേവതി ഓട്ടോയിൽ അമ്പലത്തിൽ പോയിട്ട് വരുവാണ്. രേവതി ഇത് കാണുന്നതും രേവതിക്ക് സങ്കടം കൊണ്ട് നെഞ്ചു കൊട്ടുന്നുണ്ട്. രേവതി ഓടി ഇറങ്ങും ഓട്ടോ എന്ന്. എന്നിട്ട് പോയിട്ട് ചോദിക്കും, നിങ്ങൾ എന്തായി കാണിക്കുന്നേ, എൻ്റെ വണ്ടിയാണ് ഇതെന്ന് പറയുമ്പോഴേക്കും, മാഡം ഈ വണ്ടി ഞങ്ങൾ കൊണ്ടുപോവാന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, അയ്യോ ഇതെന്തിന് ഈ വണ്ടി കൊണ്ടുപോകുന്ന, ഇത് ഞാൻ പൂ വിൽക്കുന്ന വണ്ടിയാണ്, ഇതങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, മാഡം ഈ വണ്ടി ഇവിടെ നിന്ന് മാറ്റണം എന്ന് നമുക്ക് കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പറയും, കംപ്ലൈൻറ്റോ, ആര് തന്നു? അതൊരു ലേഡിയാണ് തന്നിരിക്കുന്നത്, അതുമാത്രമല്ല ഇങ്ങനെ റോട്ടിൽ ഒരു അനധികൃതമായിട്ട് ഒരു കടയും ഇടാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്കും, റോട്ടിലോ, ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിലല്ലേ ഇട്ടേക്കുന്നത്, എൻ്റെ വീടിൻ്റെ സ്ഥലത്ത്. നിങ്ങളുടെ വീടിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഈ ഗേറ്റിൻ്റെ അകത്തോട്ടാണ്, ഗേറ്റിന് പുറത്തുള്ളതൊക്കെ ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ്, അപ്പോൾ അവിടെ ഇങ്ങനെ കടകളൊന്നും ഇട്ടിരിക്കാനൊന്നും പാടില്ല എന്ന് പറയുമ്പോഴേക്ക് രേവതി പറയും, ഞാൻ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ പൂവിക്കുക, പ്ലീസ് സാർ എൻ്റെ വണ്ടി കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ് രേവതി കുറേ കരനപേക്ഷിക്കുകയെ. പക്ഷെ ഇവരിതൊന്നും കേൾക്കുന്നില്ല. ഈ ടൈമിൽ രവീന്ദ്രൻ ജോഗിങ് കഴിഞ്ഞ് വരുമ്പോഴേക്കും പറയുന്നുണ്ട്, എന്താ രേവതി പ്രശ്നം, എന്തിനാ നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അച്ഛൻ എൻ്റെ വണ്ടി കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്താ സാർ ഇത്, എന്തിനാ ഈ വണ്ടി കൊണ്ടുപോകുന്നേ? അപ്പോൾ അവർ പറയും, സാർ ഈ റോട്ടിൽ അനധികൃതമായിട്ട് ഈ കട നടത്തുമായിരുന്നു, ഞങ്ങൾക്ക് കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇത് മെയിൻ റോട്ടിൽ
റോട്ടിലൊന്നുമല്ലല്ലോ, ഈ റോട്ടിൽ കൂടി വണ്ടികൾ പോകുന്നത് പോലും കുറവാണ്, അതും നമ്മുടെ വീടിൻ്റെ മുമ്പിലല്ലേ. പറയും സാർ വീടിൻ്റെ മുമ്പിൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ്, വീടിൻ്റെ അകത്താണ് നിങ്ങളുടെ സ്ഥലം, നമുക്ക് കംപ്ലൈൻറ്റ് കിട്ടിയത് കൊണ്ടാണ് ഇത് കൊണ്ടുപോകുന്നത്, ഇത് കൊണ്ടുപോയില്ലെങ്കിൽ അവർ മേലധികാരികൾക്ക് പരാതി കൊടുക്കും, അവർ വന്നത് കൊണ്ടുപോകും എന്തായാലും എന്ന് പറയുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും സാർ എന്താണ് സാർ. അപ്പോൾ അവർ പറയും അത് മാത്രമല്ല, ഈ പൂക്കടയുടെ വണ്ടി കൊണ്ട് ആളുകൾക്കൊക്കെ ഭയങ്കര ശല്യമാണ്, കൊതുക് ശല്യം കൂടുന്നു, ഈച്ചകൾ പെരുകുന്നു എന്നൊക്കെ കംപ്ലൈൻറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രേവതി പറയും സാർ ഇത് നോക്ക് സാർ, ഇവിടെ വല്ല ചവറുകളുണ്ടോ, ഞാൻ അന്നന്നത്തേക്കുള്ള പൂ മാത്രമേ എടുക്കുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അധികം വേസ്റ്റ് ഒന്നും വരാറില്ല, സാറിന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ കംപ്ലൈൻറ്റ് കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾ ഇത് കൊണ്ടുപോവാണ്, ഫൈൻ അടച്ചിട്ട് വേണമെങ്കിൽ വണ്ടി നിങ്ങൾ എടുത്തുകൊണ്ടും പോക്കോ ഓഫീസിൽ വന്നിട്ട്, പക്ഷേ വീണ്ടും ഇവിടെ കട തുടങ്ങാൻ സാധിക്കില്ല എന്ന് പറയുവാണ്. രേവതി പാവം കേട്ടോ, ആ നടു റോട്ടിലിരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രേ നിങ്ങൾ എന്തായി നോക്കി നിൽക്കുന്നത്, പാവം അവൾ ആ റോട്ടിലിരുന്ന് കരയുന്നു, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളും കൂടെ പോയി ഇറങ്ങിയിരുന്ന് കരയണമെന്ന് ചന്ദ്ര കളിയാക്കുവാണ്. രേവതി അപ്പോൾ ഭയങ്കരമായിട്ട് കണ്ട് അകത്തോട്ട് രവീന്ദ്രൻ വിളിച്ചുകൊണ്ടും പോകുകയെ വിവരം അറിഞ്ഞിട്ട് സച്ചി ഓടി വരുവേ. സച്ചി ഓടി വന്നിട്ട് അച്ഛാ രേവതിയുടെ പൂവണ്ടി ആരാ അച്ഛാ കൊണ്ടുപോയെന്ന് പറയുമ്പോഴേക്കും എടാ നീ ഒന്ന് സമാധാനപ്പെട്, അതാ കോർപ്പറേഷൻകാർ കൊണ്ടുപോയി. കോർപ്പറേഷൻകാരോ, അവരെന്തിനാച്ചാ വണ്ടി കൊണ്ടുപോകുന്നത്, എടാ ഗേറ്റിന് പുറത്തുള്ളതൊക്കെ ഗവൺമെൻറ്റിൻ്റെ സ്ഥലമല്ലേ, അപ്പോൾ നമ്മൾ അങ്ങനെ കടകളൊക്കെ ഇടുന്നത് ശരിയല്ല, അതിന് കുറേ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് അച്ഛാ, നമ്മൾ വീടിനകത്ത് മാത്രമല്ലല്ലോ പുറത്തും ടാക്സ് കിട്ടുന്നില്ലേ, അപ്പോൾ നമുക്ക് അവിടെ ഒരു കട ഇടാനുള്ള സ്വാതന്ത്ര്യമില്ലേ, എന്തോരം ഫ്ലാറ്റുകളാ സ്ഥലം കയറിയൊക്കെ പണിയുന്നത്, അതിലൊന്നും കുഴപ്പമില്ല, ഒരു ചെറിയ പൂവണ്ടി ഇട്ടതിനാണ് ഈ പ്രശ്നം, ഇന്ന് തന്നെ അവർക്കിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പോകുമ്പോഴേക്കും ശ്രുതിയൊക്കെ പറയുവേ എന്തിനാ സച്ചി ഒരു കട തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ അതിൻ്റെ ഫോർമാലിറ്റീസ് എന്നൊക്കെ അറിയാനുള്ള അത്യാവശ്യം വിവരം വേണം, ഇതൊന്നും അറിയാതെയാണ് ഒരു കടയൊക്കെ തുടങ്ങുന്നതെന്ന് പറഞ്ഞ് രേവതി കളിയാക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും അതിനെങ്ങനെ ഇവർക്കറിയാൻ, ഇവർ രണ്ടാളും പഠിച്ചിട്ടില്ല, ഇവർക്ക് ഇതിനെപ്പറ്റി വല്ല വിവരങ്ങളുണ്ടാവുമോ, വിവരമുള്ള ശ്രുതിനോടൊക്കെ ചോദിച്ചെങ്കിൽ പിന്നെ അറിയാൻ പറ്റും, ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുവന്നൊരു കട ഇട്ടിട്ട് പൂക്കടക്ക് എൻ്റെ പേര് ഇട്ട് എന്നെ നാറ്റിക്കാനിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര കളിയാക്കുവാണ്. പാവൻ രേവതി തൊട്ടൊക്കെ അരഞ്ഞോണ്ടിരിക്കുവാണ്, എനിക്കായിട്ടൊരു പേരുണ്ടായത് ഈ പൂക്കട വന്നതിന് ശേഷമാണ്, എനിക്കൊരു വരുമാനം ഉണ്ടായി, എനിക്ക് ഈ വീട്ടിലൊരു വിലയുണ്ടായി, എല്ലാത്തിനും ഞാൻ സ്വന്തമായിട്ട് അധ്വാനിക്കാൻ തുടങ്ങി, എല്ലാം എൻ്റെ സച്ചിയേട്ടൻ ഉണ്ടാക്കി തന്ന ഈ കട കൊണ്ടാണ്, ആ കടയാണ് എന്ന് കോർപ്പറേഷൻകാർ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് രേവതി കരയുവാണ്. രേവതിയുടെ കരച്ചിൽ കാണുമ്പോൾ സച്ചിക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ. സച്ചി പറയുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ അവരോട് പോയി 2 വാക്ക് ചോദിക്കുന്നുണ്ട്, ആരാ ഈ കംപ്ലൈൻറ്റ് കൊടുത്തതെന്നൊക്കെ അറിയണമെന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറയും അതാരെങ്കിലും ആവട്ടേടാ, നമ്മളിനി അതൊരു പ്രശ്നമാക്കി എടുക്കണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതിയുടെയും ചന്ദ്രയുടെയും മുഖം കാണുമ്പോൾ സച്ചിക്ക് ഒരു ചെറിയ സംശയം തോന്നുവേ. അപ്പോൾ സച്ചി ചന്ദ്രനെ നോക്കിയിട്ട് പറയും ഈ കംപ്ലൈൻറ്റ് കൊടുത്തത് ആരാണെന്ന് അറിഞ്ഞാൽ അവരെ പിന്നെ ഞാൻ വെച്ചേക്കില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും നീ എന്താണ് എന്നെ നോക്കി പറയുന്നത്, നിനക്ക് എന്നെ സംശയമുണ്ടോ. അപ്പോൾ പറയും അമ്മേനെ എനിക്ക് സംശയമില്ല, കാരണം അമ്മയ്ക്ക് ഇതൊന്നും ചെയ്യാനുള്ള ബുദ്ധിയില്ല എന്ന് പറയും, ഇത് വേറെ ക്രിമിനൽ മൈൻഡുള്ള ആരുടെയോ ബുദ്ധിയിൽ വന്ന ഐഡിയ ആണ്, പക്ഷെ ആരാന്ന് ഞാൻ കണ്ടുപിടിക്കും. അപ്പോഴും രേവതി പറയുന്നത് ഇത് തന്നെയാണ്, എൻ്റെ സച്ചിയേട്ടൻ എനിക്ക് ഇട്ട് തന്ന കടയാണ്, ഞാനിനി എന്ത് ചെയ്യും, എൻ്റെ പൂക്കട എന്നൊക്കെ പറഞ്ഞ് രേവതി ഭയങ്കരമായിട്ട് കരയുവാണ്. അപ്പോൾ ചന്ദ്ര പറയും നിനക്ക് പറഞ്ഞിട്ടുള്ളത് ഈ വീട്ടുപണിയാണ്, നീ പഠിപ്പില്ലാത്തവളാണ്, നീ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതി, കൂടുതലൊന്നും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊന്നും നിനക്ക് വേണ്ട. ശ്രുതിയെ കണ്ടില്ലേ, അവൾ പടിപടിയായിട്ടാണ് മുമ്പേറിക്കൊണ്ടിരിക്കുന്നത്, കാരണം അവൾക്ക് പഠിപ്പുണ്ട്, വിവരമുണ്ട്, കാശുണ്ട്, നിനക്കിതൊന്നുമില്ല, നീ ഇവിടുത്തെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ചന്ദ്ര പുച്ഛിക്കുവാണ് രേവതിയെ. വീട്ടുപണികളൊക്കെ ഇനി നീ മര്യാദക്ക് എടുക്കുമല്ലോ, ഇനി പൂക്കട പൂ വിൽക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവില്ലല്ലോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പുച്ഛിക്കുവാണ്. പോയി ഞങ്ങളുടെ ശ്രുതിക്കും അവരെല്ലാവർക്കും ഓരോ കാപ്പി ഇട്ടുകൊണ്ട് എന്നൊക്കെ ചന്ദ്ര പറയും. പാവരേവതി അപ്പം പറയുന്നുണ്ട് ശരിയാ, എനിക്ക് കൂടുതൽ സ്വപ്നങ്ങളൊന്നും കാണാൻ സാധിക്കില്ല എന്ന് തോന്നുന്നു, ദൈവത്തിന് എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടത്തി തരാൻ വലിയ താല്പര്യമില്ല, ഞാനിതൊന്നും ആഗ്രഹിക്കാൻ പാടില്ല, ഞാൻ ഈ വീട്ടിലെ പണികളൊക്കെ എടുത്ത് ഇവിടെ തന്നെ കഴിഞ്ഞോളാന്ന് രേവതി ഭയങ്കര സങ്കടപ്പെട്ട് പറയുവാണ്. അപ്പോൾ നമ്മുടെ പാവരേവതിയുടെ ജീവിതത്തിൽ ഇനി കുറച്ച് നാളത്തേക്ക് സങ്കടങ്ങളുടെ എപ്പിസോഡുകളായിരിക്കും. നമുക്ക് വരും എപ്പിസോഡിൻ്റെ വിവരങ്ങൾ ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.